മമ്മൂക്കായ ഒന്ന് കാണണമെന്ന് വെച്ച് കുറേ നാളായില്ലേ. അങ്ങനെ മമ്മൂക്കായെ പോയി ഞാൻ കണ്ടു. കണ്ട് നീ സ്വസ്ഥം ഗിര പറഞ്ഞു അല്ലേ എന്ന് എൻ്റെ അടുത്ത്. പരിപാടിയൊക്കെ വീട്ടിലിരിക്കാണ്. ഞാൻ കണ്ടടാ ഇപ്പോഴും കിടന്ന് ജോലി ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ഈ ലൊക്കേഷനിൽ ബിരിയാണി വെച്ചു കൊടുക്കും. പുള്ളിയല്ല, തലശ്ശേരിക്കാരെ വിളിക്കും. സ്ഥിരം മമ്മൂക്കയുടെ ഒരു ഇതാണ്. സെറ്റിൽ പടം തീരുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ വെച്ച് ബിരിയാണി നമുക്ക് നിങ്ങളെല്ലാ സെറ്റിലും ഇങ്ങനെ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കണം. അതെന്താണ് ഉദ്ദേശം? അപ്പം അദ്ദേഹം പറഞ്ഞ എന്താ പറയുക, ഇത് കൊടുക്കുമ്പോൾ മതിയെന്ന് പറയും. മതിയെന്ന് പറയും. അത് കേൾക്കാനാണ്. പക്ഷെ നമ്മൾ ഇത് കൊടുത്താലേ മതി, വേറെ എന്ത് കൊടുത്താലേ അവർക്ക് മതിയെന്ന് പറയും. മമ്മൂക്കായെ കുറിച്ചേ പറഞ്ഞാൽ നിങ്ങൾക്കും കൊതി തീരില്ല, കേൾക്കണ നമുക്കും കൊതി തീരില്ല. അതാണ് മമ്മൂക്ക. ഞാനൊരു പ്രാവശ്യം മമ്മൂക്കയുടെ വീടൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, മദ്രാസിൽ. അങ്ങനെ ഞാൻ മറ്റേ ഈ തിരുവനന്തപുരത്ത് നമ്മളെ സ്റ്റുഡിയോയിൽ നിന്ന് ടെലിസിന് ചെയ്യാൻ വേണ്ടി പോകും. അതായത് ഇപ്പോഴത്തെ ഡിജിറ്റൽ പരിപാടിക്ക് ഈ ടെലിസിനാണ് മമ്മൂക്ക വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ മമ്മൂക്ക വീട്ടിനകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് ഇതുപോലെ ടെലിസിന് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം എനിക്കൊരാഗ്രഹം മമ്മൂക്കയുടെ വീട് കാണാം. അപ്പം ഞാൻ മമ്മൂക്കയോട് നമുക്ക് ഇത് വളരെ ദൂരമാണല്ലോ. പക്ഷെ ദൂരമൊക്കെ തന്നെ എന്ന് പറഞ്ഞു. മമ്മൂക്കൊക്കെ അറിയാമല്ലോ. ചെന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ കാണാം മമ്മൂക്ക കയ്യിൽ കൊടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. ഇരിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോഴും നമ്മൾ പറഞ്ഞു വന്ന മമ്മൂക്ക ആദ്യം നിങ്ങൾ അവിടെ വെച്ച് കണ്ടു. അതെ അതെ. ലാസ്റ്റ് കണ്ടത് അവിടെ വെച്ച്? ലാസ്റ്റ് കണ്ട ഇവിടെ വണ്ണെന്ന് പറഞ്ഞൊരു പടത്തിന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ വിഴിഞ്ഞത്ത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മമ്മൂക്കായ ഒന്ന് കാണണമെന്ന് വെച്ച് കുറേ നാളായില്ലേ. അങ്ങനെ മമ്മൂക്കായെ പോയി ഞാൻ കണ്ടു. കണ്ട് നീ സ്വസ്ഥം ഗിര പറഞ്ഞു അല്ലേ എന്ന് എൻ്റെ അടുത്ത്. പരിപാടിയൊക്കെ വീട്ടിലിരിക്കാണ്. ഞാൻ കണ്ടടാ ഇപ്പോഴും കിടന്ന് ജോലി ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞ് പടച്ചോ നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കണ്ട് ശരി നമുക്ക് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. എനിക്ക് അങ്ങേരോട് ഒരു പ്രത്യേക ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരോടും എന്ത് പറഞ്ഞാലും ആ ആൾക്കാർക്കെല്ലാം അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹമാണ്. വൈരാഗ്യം തോന്നുകയില്ല. കാര്യം അത്ര അടുത്താലേ അങ്ങേരെ പറ്റി അറിയുള്ളൂ. അല്ലാതെ ദൂരെ നിന്ന് കാഴ്ചയെ കാണുമ്പോൾ അങ്ങേരെ അവിടെ ഇരുന്നു അത്രേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത്രയും നല്ല മനുഷ്യനാണ് അദ്ദേഹം. അത് ആ സിനിമാ ഫീൽഡിലുള്ളവരും അല്ലാത്തവർക്കും അങ്ങനെ അറിയാവുന്നവർക്കും എല്ലാം അറിയാം. ആ ഒരു വെറൈറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ആരോടും പറയാനുള്ളത് പുള്ളി ആരും മുഖത്ത് നോക്കി പറയാം, അതിനൊന്നും ഒരു മടിയില്ല. പക്ഷെ പറയുന്നത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നല്ല കാര്യമില്ല. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മമ്മൂട്ടിയുമായിട്ട് നിങ്ങൾ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്, പുള്ളിയുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. ഇതിൽ വളരെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പള്ളിയിൽ വെച്ച് കണ്ടത് അല്ലാതെ ഒരു പുള്ളിയുമായിട്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സംഭവം? മറക്കാൻ പറ്റാതെ പുള്ളി ലൊക്കേഷനിൽ ബിരിയാണി വെച്ചു കൊടുക്കും. പുള്ളിയല്ല, തലശ്ശേരിക്കാരെ വിളിക്കും. സ്ഥിരം മമ്മൂക്കയുടെ ഒരു ഇതാണ്. സെറ്റിൽ പടം തീരുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ വെച്ച് ബിരിയാണി വെച്ചു കൊടുക്കും. ആ തലശ്ശേരിക്കാരാണ്. അടിപൊളി ബിരിയാണിയാണ്. അദ്ദേഹമാണ് ഇത് ആദ്യം വിളമ്പുന്നത് എല്ലാവർക്കും. കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഇതുപോലെ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഏതാ പത്രക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നമുക്ക് നിങ്ങളെല്ലാ സെറ്റിലും ഇങ്ങനെ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കണം, അതെന്താണ് ഉദ്ദേശം? അപ്പം അദ്ദേഹം പറഞ്ഞ എന്താ പറയുക, ഇത് കൊടുക്കുമ്പോൾ മതിയെന്ന് പറയും. മതിയെന്ന് പറയും. അത് കേൾക്കാനാണ്. പക്ഷെ നമ്മൾ ഇത് കൊടുത്താലേ മതി, വേറെ എന്ത് കൊടുത്താലേ അവർക്ക് മതിയെന്ന് പറയും. അത്രയും ഒരു മനുഷ്യന് അവിടെ കഴിക്കാൻ പറ്റും, അതിനപ്പുറം കഴിക്കാൻ പറ്റും. അദ്ദേഹം കൊണ്ടിടും. അദ്ദേഹം തന്നെ കൊണ്ട് ആദ്യം എങ്ങനെ ഇടും. മതി മതി മതി. മമ്മൂക്കായെ കുറിച്ചേ പറഞ്ഞാൽ നിങ്ങൾക്കും കൊതി തീരില്ല, കേൾക്കണ നമുക്കും കൊതി തീരില്ല. അതാണ് മമ്മൂക്ക. അപ്പോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചൂടായിട്ടുണ്ടോ? ഇല്ല എൻ്റെ അടുത്ത് ചൂടായിട്ടൊന്നും. ഞാനൊരു പ്രാവശ്യം മമ്മൂക്കയുടെ വീടൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, മദ്രാസിൽ. അങ്ങനെ ഞാൻ മറ്റേ ഈ തിരുവനന്തപുരത്ത് നമ്മളെ സ്റ്റുഡിയോയിൽ നിന്ന് ടെലിസിന് ചെയ്യാൻ വേണ്ടി പോകും. അതായത് ഇപ്പോഴത്തെ ഡിജിറ്റൽ പരിപാടിക്ക് ഈ ടെലിസിന് ചെയ്യണം. അതായത് ഫിലിം അല്ലല്ലോ, ഇപ്പൊ എല്ലാം മറ്റേ ഇത് വെച്ചിട്ട് അവിടെ കൊണ്ട് മദ്രാസിൽ കൊണ്ട് ടെലിസിന് ചെയ്ത്. ടെലിസിനി എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ ഡിജിറ്റൽ സംവിധാനമൊക്കെ അല്ലേ. പണ്ട് ഫിലിം കൊണ്ടുപോയിട്ട് ഇത് ചെയ്യണമായിരുന്നു, അത് പ്രിന്റ് അടിക്കണമായിരുന്നു, റഷ്യന് പ്രിന്റ് അടി. ഇപ്പം അത് വേണ്ട, ആ ഫിലിമിൽ കൊണ്ടുപോയിട്ട് ടെലിസിന് ചെയ്യും. അത് അവരിട്ടിട്ട്
ചെറിയ ഡിസ്ക് പോലത്തെ ഇതുണ്ട്, അതിലാക്കി തരും. അപ്പം വേറെ പ്രിൻ്റൊന്നും വേണ്ട. സിനിമയ്ക്ക് ഉള്ള ഒരു പെർഫോം രീതിയിലാക്കി അതായിരിക്കും. അതെ, ഇപ്പോഴേ അതും വേണ്ട, ഇപ്പൊ ടെലിസിനിയും വേണ്ട. കാര്യം അന്ന് ഫിലിം ഉള്ളതിനാണ് ടെലിസിനി ചെയ്യണത്. ഇന്ന് ഫിലിം അല്ലല്ലോ, ഇപ്പൊ എല്ലാം മറ്റേ പെൺഡ്രൈവ് ഒക്കെ ഇട്ട് എടുക്കല്ലേ, ആ ഡിസ്കല്ലാണ്. പക്ഷെ അപ്പൊ ഞാനിങ്ങനെ പോകും ഇടയ്ക്കിടെ. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു മമ്മൂക്കയുടെ വീടൊന്ന് കാണണമല്ലോ. അങ്ങനെ ഞാനൊരു ദിവസം ജോർജിനെ വിളിച്ചു, മദ്രാസ് വെച്ച്. അപ്പോൾ ജോർജ് പറഞ്ഞ് ഇവിടെ ഉണ്ട്, മമ്മൂക്ക വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് മമ്മൂക്കയുടെ വീടൊന്ന് കാണണം, അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് വഴിയൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ അടുത്ത് ക്ലിയറായിട്ട് വഴികളും ഫോൺ നമ്പറും എല്ലാം പറഞ്ഞു തന്നു. ഞാനങ്ങനെ പോയി. അടയാറെന്ന് പറഞ്ഞാൽ കുറച്ചുള്ളിൽ പോകണം, വളരെ പാടുപെട്ട് വേണം പോകണം അത്ര കണ്ടുപിടിക്കണമെങ്കിൽ. അത്രയ്ക്കും ഭയങ്കര ഇല്ല അവിടെ നിന്ന് ബസ്സിന് തന്നെ പോയി. പക്ഷെ ദൂരമുണ്ട്. അടയാർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അവിടെ നിന്ന് പോയിട്ട് കുറച്ചുള്ളിലോട്ടൊക്കെ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞു, അതുപോലെ കേരളത്തിൽ നിന്ന് തന്നെ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ആ സെക്യൂരിറ്റി പറഞ്ഞുകൊണ്ട് മമ്മൂക്ക വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ മമ്മൂക്ക വീട്ടിനകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് ഇതുപോലെ ടെൻഷൻ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം എനിക്കൊരാഗ്രഹം മമ്മൂക്കയുടെ വീട് കാണാം. അപ്പം ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു നമുക്ക് ഇത് വളരെ ദൂരമാണല്ലോ വീട്. പക്ഷെ ദൂരമൊക്കെ തന്നെ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വലിയ വീടാണെങ്കിലും അദ്ദേഹത്തിന്റെ വീട് പോലെയല്ലേ. അദ്ദേഹം നമ്മളവിടെ ചെന്നപ്പോൾ നമ്മളോട് സഹകരിക്കുന്ന കാര്യം പിന്നെ കട്ടൻ ചായ ഇതെല്ലാം ഇവിടെ തന്നു. ഭയങ്കര കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്താണ് ഏതാണ് കുട്ടികളുടെ കാര്യങ്ങൾ അത് ഇതും എല്ലാം ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോട്ടെ, എന്താ പെട്ടെന്ന്. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് എനിക്ക് ബസ്സാണ്, ഇങ്ങോട്ട് ബസ്സാണ്, പ്രൈവറ്റ് ബസ്സാണ്, ഓൾവോ ബസ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പോവുകയാണെന്ന്. എന്നാൽ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഒരു സ്നേഹം എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും ലൊക്കേഷനാണെങ്കിലും ആ ഒരു വേർതിരിപ്പില്ല. എല്ലാവരോടും ഒരു കണ്ണിലേ കാണുന്നുള്ളൂ. അല്ല ഞാൻ വലിയ മഹാനടനാണ്, അല്ലെ ഞാൻ വലിയ ഇതാണെന്നുള്ള ഒരു ഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത് ലുങ്കി കൊടുത്തിട്ടാണ് പെട്ടെന്ന് വന്നത്. അങ്ങ് ഓടി വരുന്ന കണ്ടു. ഞാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്ന് വരുന്ന നൗഷാദാണ്, ചിത്രാഞ്ജലിയിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സെക്യൂരിറ്റി പോയി അവിടെ പോയി പറഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു. മമ്മൂക്കൊക്കെ അറിയാമല്ലോ. ചെന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ വേണം മമ്മൂക്ക കയ്യിൽ കൊടുത്തു പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. ഇരിക്കുന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എനിക്ക് അത് മറക്കാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹമൊക്കെ ഇത്രയും വലിയ മനുഷ്യൻ്റെ അടുത്ത് നമ്മളിങ്ങനെയൊക്കെ അതാർക്കും അറിഞ്ഞുകൂടാ. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇപ്പം വെറുതെ ഇരിക്കുകയല്ലേ. അപ്പം പഴയ ഓർമ്മകൾ ഇങ്ങനെ വരുമ്പം അത് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് ജനങ്ങൾ അറിയാനുള്ള ഒരു അവസരമാണ്. അദ്ദേഹത്തിനെ പറ്റി അറിയാവുന്നവർ ഇതേ പറയുള്ളൂ, അറിയാത്തവർ പലതും പറയും. അറിയാവുന്നവരെല്ലാം അദ്ദേഹം ഇത്രയും നല്ലൊരു മനുഷ്യൻ. ഈ സിനിമാ ഫീൽഡിൽ നസീർ സാറ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കൂട്ടത്തിൽ കൂട്ടാം. കാരണം എന്താ പറയുക, ആ ഒരു വെറൈറ്റിയാണ്. ലാലേട്ടൻ അവരെല്ലാം നമുക്കിനി ഓരോരുത്തരെ കഥ പറയണം. ഇതിപ്പോ ഈ എപ്പിസോഡ് നമുക്ക് മമ്മൂട്ടി സാറിൽ ഒതുക്കാം. പിന്നെ നസീർ സാറിൻ്റെ അതൊക്കെ ഒരു പോട്ടുണ്ട് പറയാം. അതൊക്കെ പറഞ്ഞാലും തീരത്തില്ല. കാര്യം അത്രയ്ക്കും നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കാണുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുപോലൊരു മനുഷ്യൻ ഇനി സിനിമാ ഫീൽഡും വരത്തില്ല, ഈ ലോകത്തും വരത്തില്ല. അപ്പോഴേ അങ്ങനെയാണെങ്കിൽ ഈ മമ്മൂക്ക ഫാമിലി ആയിട്ടൊക്കെ സെറ്റിൽ വരാറുണ്ടോ? ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഊട്ടിയിൽ ഞങ്ങൾ കൂടെവിടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. കൂടെവിടെ പത്മനാഭ സാറിൻ്റെ ഈ റഹ്മാൻ ആദ്യം വന്ന ഫിലിം. അതെ, അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അടുത്താണ് റഹ്മാന്. അവിടെ ഈ പുള്ളിക്കാരനെ ഇന്റർവ്യൂ ചെയ്ത് കയറ്റിയപ്പോഴൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നു? പിന്നെ ഇന്റർവ്യൂ അല്ല, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം ഫോറിനേഴ്സ് പിള്ളേരല്ലേ കൂടുതലും പഠിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തതാണ്. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടായിരുന്നു? പിന്നെ സെലക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കൂടെ അഭിനയിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കുറച്ച് സീനൊക്കെ എടുത്തപ്പോൾ ആ പെണ്ണ് പിന്നെ കളഞ്ഞു. പിന്നെ വേറെ ആരെയൊക്കെയാണ് എടുത്ത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സെറ്റിൽ വെച്ച് റഹ്മാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങേര് കൂടെ അവിടെ വർക്ക് ചെയ്ത ആളാണ്. ഞാൻ ഈ നാഗരായം കൊണ്ട് അവിടെ വർക്കിന് വേണ്ടി ചെന്നതാണ്. അപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു ഇതുപോലെ നിങ്ങളെ ഫസ്റ്റ് പടം ചെയ്ത ആളാണ് ഇവിടെ നാഗരായം. ആരാണെന്ന് ചോദിച്ചാൽ അപ്പോൾ എൻ്റെ അടുത്ത് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു.
നിങ്ങളായിട്ട് അഭിനയിച്ച ഒരു കുട്ടി ഇപ്പം കൊച്ചി കളഞ്ഞിട്ട് പോയാൽ എന്ന് പറയല്ല, പുള്ളി എന്നെ കയറി ഞാൻ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് നിങ്ങൾ ഓർമ്മ കാര്യം അത് ചുമ്മാ ആൾക്കാർ കള്ളം പറയും ഞാൻ ഇന്ന പടം ചെയ്ത് നമ്മളുള്ള കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കയറി കെട്ടിപ്പിടിച്ച് പോകാൻ നേരത്തും അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് വലിയ ഇതൊക്കെ പറഞ്ഞ് പോയി. അങ്ങനെ എത്രയും ഒരുപാട് പേര് വന്നവരുണ്ട്. നമ്മൾ ആ വന്ന വഴി മറക്കാത്ത പലരും ഉണ്ട്. അപ്പോൾ മമ്മൂക്കയുടെ ഫാമിലിയൊക്കെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഈ കൂടെ ഇവിടെ എന്ന് പറഞ്ഞ പടത്തിൽ അദ്ദേഹം ഭാര്യയും ഒരു കൊച്ചു കുട്ടിയാണ്, എനിക്ക് മോളായിരുന്നു, കൊച്ചുകുട്ടിയാണ്. അപ്പൊ ഈ നമുക്ക് ഈ കൊച്ചു കിടന്ന് കരയുമ്പോഴൊക്കെ ഓടിപ്പോയി. ഞങ്ങൾ ഷൂട്ടിംഗ് സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. ഒരു ഇതില് നമുക്ക് ഓടിപ്പോയി രാത്രിയിലൊക്കെ ഷൂട്ടിംഗാണ്. പോയി കൊച്ചിനെ കൊണ്ടുപോയി. അത്രയ്ക്ക് നമുക്ക് അന്നും ഈ കൊച്ചിനോട് ഭയങ്കര കുട്ടിയോട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൊച്ച് രാത്രി കിടന്ന് കരയുമ്പോഴൊക്കെ ഓടിപ്പോയി സെറ്റ് ചെയ്യുന്ന അവിടെ നിന്ന് മുറിയടുത്ത് തന്നെ ലൊക്കേഷൻ അതിനകത്തൊക്കെയാണ്. ഓടിപ്പോയി എടുത്തു കൊണ്ടുവരും. അന്ന് അദ്ദേഹം അന്നും ഭാര്യയും കുട്ടികളോടത്തും വലിയ കാര്യമാണ്. അതായത് ഒരു ഫാമിലി മാൻ. അതാണ് ഭയങ്കര ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള. അപ്പൊ ഞാൻ ഇതുപോലെ കല്യാണം കഴിഞ്ഞ ടൈമാണ്. അന്ന് നമുക്ക് ഈ ലെറ്ററാണ് പോസ്റ്റിൽ അയക്കുകയാണ്. അപ്പൊ ഈ ഞാൻ ലെറ്റർ അയച്ചാൽ അവിടെ വരണമെങ്കിൽ 4-5 ദിവസം പിടിക്കും ഊട്ടിയിൽ. കല്യാണം കഴിഞ്ഞ ഇടയ്ക്കല്ലേ. അപ്പൊ മമ്മൂക്ക ഞാൻ അവിടെ രാവിലെ ചെന്ന് റിസപ്ഷനിൽ ചോദിക്കും, മമ്മൂക്ക അവിടെ ഇരിക്കും. എന്താ ഞാൻ പറഞ്ഞ ലെറ്റർ എല്ലാം വന്നാന്ന് നോക്കാം. അങ്ങനെ 2-3 ദിവസം പോകുമ്പോഴൊക്കെ മമ്മൂക്ക അവിടെ ഇരിക്കും. അല്ല രാവിലെ പത്രം വായിച്ച് പുള്ളി അവിടെ ഇരിക്കും. ഞങ്ങൾ അതിന്റെ അടുത്ത് തന്നെ താമസിക്കണം. അപ്പൊ രാവിലെ ഈ റിസപ്ഷനിൽ ഞാൻ പോയി ചോദിക്കണത് കല്യാണം കഴിഞ്ഞ ടൈപ്പല്ല. അപ്പൊ ലെറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമൊന്നും ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം അടുത്ത് ചോദിക്കുക എന്താ ലെറ്റർ വന്നത്. അപ്പോൾ 2-3 ദിവസം ആയപ്പോഴും എൻ്റെ ചേച്ചി വന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു തമാശ മനസ്സിലായി. അദ്ദേഹത്തിന്റെ വൈഫും ആ സമയത്ത് കൂടെ ഉണ്ട്. അവിടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. കാര്യം കൊച്ചുകുട്ടിയുണ്ട്, ഭാര്യയുണ്ട്. അപ്പം അത്ര ഫാമിലിയോട് വലിയ സ്നേഹം സ്വന്തം. ഇന്നും അദ്ദേഹം ഭാര്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പടത്തിന് ജയഭാരതിയായിട്ട് ഒരു കെട്ടിപ്പിടിക്കുന്ന സീനുണ്ട്. അതായത് അദ്ദേഹം പെട്ടെന്ന് കെട്ടിപ്പിടിക്കില്ല, കെട്ടിപ്പിടിക്കണല്ല, അദ്ദേഹം അങ്ങനെ ബൾക്കറായിട്ടൊന്നും ചെയ്യില്ല. മനസ്സിലായി. അത് ഞങ്ങൾ മറ്റേ ഒരു പടം കാണാതായ പെൺകുട്ടി, ആ ഒരു പടത്തിൽ ജയഭാരതി എന്ന് പറഞ്ഞാൽ അപ്പം അവര് ഇങ്ങനെ ഒരു പടത്തിലൊരു ഇതായിട്ടാണ്, ഒരു കൊടിയേറ്റം കോവിയുടെ ഭാര്യയായിട്ടാണ് ജയഭാരതി. അപ്പം ഇങ്ങനെ ഒരു കൊച്ചിനെ കാണാൻ പോകുന്നു, അങ്ങനെ ഒക്കെയാണ്. അപ്പം ഇങ്ങനെ കിടക്കുന്ന ഒരു സീനുണ്ട്. നമുക്ക് കിടക്കേണ്ട സീൻ എനിക്കത് പറ്റത്തില്ല. അങ്ങനെ വലിയ വിഷയമായി. അപ്പൊ ജയഭാരതി അവിടെ നിൽക്കായിരുന്നു. എന്നെ അറിയാമല്ലോ, പണ്ടേ കൊച്ചിലെ അവിടെ ഉദയാനം വന്നവർ എൻ്റെ അടുത്ത് അവിടെ എന്ത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് അല്ലേ ഇത് കിടക്കണ എന്താ അവിടെ ചോദിക്കണം. വെളിയിൽ ഇങ്ങനെ പ്രശ്നം നടക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അത് മമ്മൂക്കായതല്ല, ഈ സീൻ ഇങ്ങനെ എടുക്കാൻ എന്താ ബുദ്ധിമുട്ടാണ് പറയാനാകും. അപ്പൊ അവരെൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഒരു ഇതിൽ ഞാൻ സംസാരിക്കണം. പിന്നെ പറഞ്ഞ് മാറ്റി വേറൊരു രീതിയിൽ അങ്ങ് അവരുദ്ദേശിച്ച രീതിയിലല്ലാതെ ബൾക്കറായിട്ടൊന്നും അങ്ങനെ ചെയ്യില്ല. കാരണം വെച്ചാൽ അദ്ദേഹം അങ്ങനെ ഫാമിലി, ഈ പറഞ്ഞ പോലെ ഫാമിലിയോട് ഭയങ്കര ഇതാണ്. അപ്പോൾ ഇക്ക നമ്മുടെ മമ്മൂക്കയെ കുറിച്ച് വളരെ നല്ല രീതിയിൽ അവരെ ഓർമ്മയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇനി ആരാണ് ഇക്ക നിങ്ങളുടെ നെക്സ്റ്റ് നമ്മളെ ശ്രീനിച്ചേട്ടൻ, ശ്രീനിവാസൻ സാർ. അപ്പോ ശ്രീനിവാസൻ സാറിനെ കുറിച്ചാണ് നെക്സ്റ്റ്. അപ്പോ അടുത്ത എപ്പിസോഡിൽ എങ്ങനെ അദ്ദേഹത്തിനെ പറ്റി നല്ലൊരു മനുഷ്യനാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അന്നും ഇന്നും ഒരേ സ്വഭാവമാണ്. അത് നിങ്ങൾ കേൾക്കണം അദ്ദേഹത്തെ പറ്റി. അദ്ദേഹം അത്രയ്ക്ക് നല്ലൊരു ശരി, അത്രയും മതി. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാതെ ഇരിക്കരുത്, നഷ്ടമാണ്. ഇനി പറയാൻ പോണത് ശ്രീനി സാറിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ നൗഷാദ് ഖായും ഞാനും നെക്സ്റ്റ് എപ്പിസോഡിൽ. ബൈ.